ഗായ്സ്, ഇതൊക്കെ വ്ളോഗിൻ്റെ ഇൻട്രോ പറഞ്ഞ ഞാനാണ്. കാരണം നമ്മുടെ ഓഫീസ് വിസിറ്റാണ്, ഫാമിലി പ്ലസ് ഒരു സർപ്രൈസ് ഉണ്ട് ജിംബന്. അവിടെ മോനെ വെൽക്കം ബാക്ക് ടു സ്മോക്ക് ഫാമിലി. ഇന്ന് നമ്മളൊരു എക്സൈറ്റഡ് ആയിട്ടുള്ള സ്ഥലം കാണാൻ പോവുകയാണ്. എവിടെയാണെന്നറിയോ? ഇനി ചേട്ടൻ്റെ ഓഫീസ് വിസിറ്റ് ചെയ്യാൻ പോകുന്നു കേട്ടോ. ഓഫീസ് ഓപ്പൺ ആക്കിയിട്ടൊന്നുമില്ല, പണികൾ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. സർപ്രൈസ് ആണ് നമ്മൾ മേടിക്കാൻ പോണത്. ഞാൻ നിങ്ങൾ ആരും മേടിക്കണ്ട മേടിക്കാൻ സൈസ് അറിയില്ല. സ്കേറ്റിംഗ് ഷൂവിന്റെ അവിടെ നിന്ന് മേടിക്കുന്നു. സ്കേറ്റിംഗ് ഷൂ മേടിച്ചിട്ട് അവൾ ഇട്ട് വെക്കുന്നു. അവള് മേടിക്കാണ്ട് പോയിരുന്നു പറയണം അവളോട്. എന്നിട്ട് മേടിച്ചിട്ട് ഞാൻ ആദ്യം ഓഫീസിൽ പോയിട്ട് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് അവിടെ ഒരു ക്യാമറ വെക്കുന്നു. ഓക്കെ, ജിമ്മോട് അവിടെ അറിയാണ്ട് നമ്മൾ അറിയാത്ത പോലെ കേറുന്നു. ജിമ്മോട് പറയുന്നു ആ കവറ് മാറ്റി നോക്കാൻ പറയുന്നു. ജിമ്മോട് ഒന്ന് ക്ലീൻ ആക്കാൻ പറയുന്നു. ജിമ്മ അവിടെ നിന്ന് ക്ലീൻ ആക്കാൻ സ്കേറ്റിംഗ് ഷൂ അവള് ക്ലീൻ ആക്കില്ല, നോക്കാൻ പറഞ്ഞു. ഒരു വർഷം കൂടെ പക്കോള വെറുതെ എന്തിട്ടമ്മ പക്കോള പറഞ്ഞത്. പഴംപൊരി വേണം നമുക്ക്. വെള്ളം ഇറക്കണൊക്കെ ഒരാള്. ചേട്ടാ ഒരെണ്ണം നല്ല ചൂടരച്ചിട്ട്. എനിക്കുണ്ടല്ലോ കാപ്പി ചൂടാറിട്ട് കുടിക്കാൻ അറിയുള്ളൂ കേട്ടോ. നല്ല ചൂട് കുടിക്കാൻ അറിയില്ല. കൊങ്ങനെ പഴംപൊരി കിട്ടാണ്ട് കാണാൻ ഞാൻ നോക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നും ഇല്ല, ഓപ്പൺ ആക്കിയിട്ടൊന്നും ഇല്ല, ജസ്റ്റ് പണികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞങ്ങൾ കുറെ നാളായി അവിടെ നിന്ന് ലൊക്കേഷനിലേക്ക് ഒന്ന് കൊണ്ടുപോവോ, സൈറ്റിലേക്ക് ഒന്ന് കൊണ്ടുപോവോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ചേട്ടൻ സമയമായിട്ടില്ല എന്നങ്ങനെ പറഞ്ഞ് ഇന്ന് സമയമായിട്ടുണ്ട്. അപ്പം തിങ്കളാഴ്ച തൊട്ട് ടൈലിടാനൊക്കെ തുടങ്ങിയുള്ളൂ കേട്ടോ. ഫുള്ള് പൊടിയും അഴുക്കൊക്കെയാണ്. അപ്പൊ വീണ്ടും പഴംപൊരി ഒരു കഷ്ണം എനിക്ക് ഇത് നേരെ അമ്മയ്ക്ക് കൊടുത്തു. ടിഷ്യൂ ഇപ്പൊ പറയാം. നല്ല കാപ്പി കേട്ടോ. എനിക്ക് ചൂടോടെ കൂടെ കുടിക്കാൻ അറിയില്ല. ഇത് പാകാണ് കേട്ടോ, നൈസാ. പറഞ്ഞിട്ടാണെന്നറിയില്ല, അടിപൊളി കാപ്പി കേട്ടോ. അതിപ്പോ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് ജെറുസലേം റിട്രീറ്റ് സെന്റർ തലോർ, അതിന്റെ അടുത്തൊരു ന്യൂ ജനത ഹോട്ടൽ, ഒരു തിരക്കേടില്ലാത്തൊരു ഹോട്ടൽ ഇട്ടതാ. ഇതാണ് അവിടെ കേട്ടോ. നൈസാ, നല്ല പഴംപൊരിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് നമ്മളിപ്പോ ഇന്ന് ഓഫീസ് വിസിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോ മരത്താക്കരയാണ് ലൊക്കേഷൻ. മരത്താക്കരയ്ക്ക് ഞങ്ങക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ എന്താ പറയാ ഒരു ലൊക്കേഷനാണ് അല്ലമ്മ. ഞങ്ങള് ചേട്ടൻ്റെ അച്ഛൻ്റെ ലൊക്കേഷനാണ് കേട്ടോ, സ്ഥലമാണ്. പക്ഷെ സ്റ്റോറി ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഒന്നുമല്ല, അത് നമുക്ക് പറയണ്ട. പക്ഷെ അവിടെ ഓഫീസ് ഓപ്പൺ ആക്കുന്നതിൽ അമ്മയ്ക്ക് എന്താ അമ്മ പറയാനുള്ളത്? എന്താ അമ്മ പറയാനുള്ളത്? എനിക്ക് പക്ഷെ ഇപ്പൊ അമ്മയുടെയും ചേട്ടനൊക്കെ സ്റ്റോറി ഒക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നത് വളരെയധികം ഒരു പ്രൗഡ് മൊമെന്റ് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ ആക്ച്വലി ഇതിൻ്റെയൊക്കെ കുറച്ച് തൊട്ട് മുന്നേ വേറൊരു സൈറ്റാണ് കണ്ടെത്തിയത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് എന്ന് പറയാൻ പറ്റില്ല. ഭാഗ്യവശാൽ ആ ലൊക്കേഷൻ നമുക്ക് ഇഷ്ടമായില്ല. അതിനേക്കാൾ ഒരു അടിപൊളി സ്ഥലം മരത്താക്കിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അവിടെ തന്നെ ഓഫീസ് ഓപ്പൺ ആക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ് തോന്നുന്നുണ്ട്. അപ്പൊ അതിന്റെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ജിംബു അപ്പൊക്കെ നല്ല വിശന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. കഴിക്കണമെന്ന് അറിയില്ല. എനിക്കെന്തായാലും ചായയും പഴംപൊരിക്ക് നല്ല ഇഷ്ടമായി. ചായയല്ല, കാപ്പിയും പഴംപൊരിക്ക് നല്ല ഇഷ്ടമായി.
കണ്ണനുണ്ടല്ലോ ഇപ്പം എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന സമയത്തുള്ള ഭയങ്കര തട്ടും പിടിക്കാനൊക്കെ നോക്കും. അപ്പോൾ വെണിച്ചേട്ടന് കൊടുത്ത് കാപ്പി കുടിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ഡെക്കാത്ലോണിക്കാണ്. ജിംബുവിനൊരു സ്കേറ്റിംഗ് ഷൂ നോക്കണം, അപ്പൂസനൊരു ചെരുപ്പ് നോക്കണം. ഒക്കെയാണ്. പിന്നെ എനിക്കൊരു ബോട്ടിൽ വാങ്ങിക്കണം എന്ന് ഞാൻ വിചാരിച്ച് നടക്കാറുണ്ട്. അപ്പം അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിലും വാങ്ങിക്കണം. കാരണം അപ്പം അങ്ങോട്ട് പോകുകയാണെങ്കിൽ ഒരു ബോട്ടിലും വാങ്ങിക്കണം. കാരണം നമ്മളുണ്ടല്ലോ വെള്ളം കുടിക്കുന്ന ബോട്ടിൽ ഞാൻ വിൻചേട്ടൻ്റെ ബോട്ടിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വിൻചേട്ടൻ്റെ ഇപ്പോൾ ഓഫീസിൽ പോകാൻ തുടങ്ങിയതുകൊണ്ട് ആ ബോട്ടിൽ ഇപ്പോൾ എൻ്റെ കൈ കിട്ടാറില്ല. അപ്പോൾ വെള്ളം കുടിക്കുന്നത് ഭയങ്കര കുറവാണ്. ഈ കാലിൽ നീരുള്ളതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ, അല്ലെങ്കിൽ നല്ല സീനാണ്. നീര് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ യൂറിനിലായിട്ട് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ വേർത്തിട്ടൊക്കെ പോകണം. ഇപ്പം അങ്ങനെ വേർപ്പും കാര്യങ്ങളൊക്കെ വലിയാത്തതുകൊണ്ട് യൂറിലൂടെ തന്നെ പോകുള്ളൂ. അപ്പോൾ നല്ല വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ. അപ്പോൾ വെള്ളം നല്ല കുടിക്കണം. അപ്പോൾ ഒരു ബോട്ടിൽ വാങ്ങിക്കണം. വാങ്ങിച്ചു തരുമല്ലോ. വീണ്ടും പഴംപൊരി. ഈശ്വര, എൻ്റെ ഡയറ്റ് ഇതാരും കഴിക്കാനായിട്ടായിരിക്കും തോന്നി. ഈ ചെയ്യുന്നതേ ഒരു ഷോർട്സിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ബേബി കാരിയർ യൂസ് ചെയ്ത സമയത്ത് കുറച്ച് പേരിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഷോർട്സ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഷോർട്സ് ഫുള്ളായിട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. ആ വീഡിയോ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ജിംബന് സ്കേറ്റിംഗ് ഷൂ നോക്കാനായിട്ട് ഡെക്കാത്ലോണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ അപ്പൂസിന് ബർത്ത്ഡേക്ക് നമ്മൾ പെരുന്തൽമണ്ണയിൽ സൈക്കിൾ വാങ്ങിച്ച സമയത്ത് നോക്കിയ സെയിം ഷൂ ആണ്. അപ്പോൾ അന്നേരത്ത് വിൻചേട്ടൻ ആദ്യം വിചാരിച്ചത് ഇതിൽ ഓൾറെഡി മുന്നേ വീഡിയോയിൽ പറയുന്നുണ്ട്, ആദ്യം വിചാരിച്ചിരുന്നത് സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാമെന്നായിരുന്നു. പക്ഷേ ആളുടെ സൈസിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അന്ന് ഫോട്ടോ എടുത്ത് വെച്ചത് എൻ്റെ എങ്ങാനും മിസ്സായിപ്പോയി കേട്ടോ. അപ്പോൾ ആളെയും കൊണ്ട് പോയിട്ട് മാത്രം നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആൾക്കറിയില്ല ഇത് വാങ്ങിക്കും എന്നുള്ളതൊന്നും. നെക്സ്റ്റ് ഒരു ക്യാഷ് സെറ്റാവുന്ന സമയത്ത് വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആളെ പറ്റിച്ചിരിക്കുകയാണ് കേട്ടോ. എനിക്കിതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചിരി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആളെ പറ്റിച്ചിട്ട് ആൾക്ക് സർപ്രൈസ് കൊടുക്കുകയാണല്ലോ. അങ്ങനെ നമുക്ക് എത്രയായിരുന്നു, 3799 അങ്ങനെയാണ് നമ്മൾ സ്കേറ്റിംഗ് ഷൂ. ലെവൽ 2 ആണ് കേട്ടോ ഇത്. അപ്പോൾ ആളുടെ സ്കൂളിൽ സ്കേറ്റിങ്ങിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ സുഖമാണ് സ്കൂളിൽ പഠിക്കാനും. ആൾക്ക് വലിയ താല്പര്യമാണ് കേട്ടോ. ജിംബുവിന് സ്കേറ്റിംഗ് ഷൂ ആൾക്ക് നമ്മൾ ഫ്രണ്ടിൻ്റെ മോള് നിലാബിക്കുട്ടിയുടെ ആണ് സ്കേറ്റിംഗ് ഷൂ ആൾ യൂസ് ചെയ്യുന്നത്. ജിംബു നമ്മൾ അപ്പൂസിനെ പ്രഗ്നൻ്റ് ആയ സമയത്താണ് ആളത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. ആൾ ഒറ്റയ്ക്കാണ് പഠിച്ചു തുടങ്ങിയത്. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പഠിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ സ്വയം ആണ് ആൾ ഇപ്പോൾ ഒരു പ്രോ ലെവലിൽ എത്തിയത് കേട്ടോ. അപ്പോൾ അപ്പൂനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൂനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ജിംബു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ലാതെ അപ്പൂൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിംബുവിന് ഇപ്പോൾ ലെവൽ 2 സ്കേറ്റിംഗ് ഷൂ അതും ഏകദേശം സെറ്റാണ്. പക്ഷേ അതിലുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇനി വരും വീഡിയോസിലൊക്കെ ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അത് വാങ്ങിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമത്തിലൊക്കെയാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടില്ലേ, ഭയങ്കര സങ്കടങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പൂസന് ഒരു ഷൂ നോക്കി. പക്ഷേ അപ്പൂസൻ്റെ സൈസിലുള്ള ഡെയിലി വെയറിന് നോക്കിയിട്ടുള്ള ഒരു സാൻഡൽ പോലത്തെ എന്തെങ്കിലും ചപ്പൽ നോക്കിയതാണ് കേട്ടോ അപ്പൂന് വേണ്ടിയിട്ട്. അപ്പോൾ അപ്പൂസിനായിട്ട് ഒരു ചപ്പലും അവിടെ ഉണ്ടായില്ല. ജിംബുവിൻ്റെ സൈസിലുള്ള 1-2 ഉണ്ടായിരുന്നു. പക്ഷേ അപ്പൂൻ്റെ സൈസിലൊന്നുമില്ല കേട്ടോ. പിന്നെ അതുകൊണ്ട് എനിക്ക് ബോട്ടിൽ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അതായത് വിനിച്ചേട്ടൻ്റെ ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. വിനിച്ചേട്ടൻ ഇപ്പോൾ ഓഫീസിൽ കൊണ്ടുവന്നതുകൊണ്ട് ആ ബോട്ടിൽ ഇല്ലാത്തതുകൊണ്ടും നമുക്കൊരു ബോട്ടിൽ വേണമായിരുന്നു. പക്ഷേ അവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ ഇനി സെറ്റാക്കണം. അങ്ങനെ വിൻചേട്ടൻ കുറച്ച് പ്ലാൻസും സംഭവങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഗിഫ്റ്റ് ഡിക്കിയിലിരിപ്പുണ്ട്. ഇനി നമ്മൾ നേരെ ഓഫീസിലേക്ക് പോവുകയാണ്. ഡിക്കാത്തലോണ്ട് അവിടെ നിന്ന് ഒരു ഇച്ചിരി ഉള്ളൂ കേട്ടോ നമ്മൾ ഓഫീസിലേക്ക്. നെക്സ്റ്റ് നമ്മൾ പോകുന്ന എവിടേക്കാണ്? ഓഫീസ് വിസിറ്റ്. കണ്ടോ, 2 എണ്ണം ഇരിക്കുന്നുണ്ടോ? ഞങ്ങൾ പറഞ്ഞു കേട്ടോ, ഞാനും അമ്മയും പറഞ്ഞു. പക്ഷെ വിൻചേട്ടൻ മക്കളാണ്. കുറച്ച് ദൂരമുള്ളൂ. എത്ര ദൂരമാണെങ്കിലും ഇങ്ങനെ ഹൈവേയില് ചങ്ക് ഇടിപ്പാണ്. അപ്പൂനെ കണ്ടിട്ടുണ്ടല്ലോ അവിടെ ജിമ്മിന് ഷൂ നോക്കണ സമയത്ത് ഒരു പെൺകുട്ടി പറയാണ്, എന്തായിരുന്നു മോളുടെ 2 അനിയന്മാരെ പേരെന്താന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ഒരാള് ഗേളാണ്. അപ്പൂനെ കണ്ടു കഴിഞ്ഞാൽ നോക്കി ഒരു ബോയ് ലുക്കില്ലേ. കണ്ണൻ ബേബി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങള് ബോയ് അപ്പുവായനെ അല്ലേ? അപ്പു ബോയ്.
അപ്പൂന് കറക്റ്റായിട്ട് ഒരു മസിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ബോയുടെ ഒരു എന്താണ് പറയാ, ബോയുടെ ഒരു അല്ലല്ലോ, അതിന് എന്താ പറയാ, എന്തൊരു പേര് പറയും, അറിയുന്നൊരു കമന്റ്. അയ്യേ അതല്ല കേട്ടോ, അത് അറിയാൻ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മായ്ച്ചു കളഞ്ഞു. ഞങ്ങളിടയ്ക്ക് പറയാറുണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല കേട്ടോ, അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല, ഒന്നും മിണ്ടാ. അപ്പൊ ഇനി നമ്മള് നേരെ ഇനി അച്ചക്കുട്ടന്റെ ഓഫീസിലേക്കാണ് പോകുന്നത്. ഓഫീസല്ല, സൈറ്റിലേക്കാണ്. ഇപ്പൊ സൈറ്റ് മാത്രമേ ഉള്ളൂ, ഇപ്പൊ ഓഫീസല്ല. പക്ഷെ രസം അല്ലേ, കൊറേ കാലത്തിന് ശേഷം. ബ്രോ ഇയാൾ എവിടെയാ? ഞാൻ ഓഫീസിൽ. അത് പറയുമ്പോഴും കേൾക്കുമ്പോഴും രസമാണ്, കുറേ നാൾക്ക് ശേഷം. നൈസ്. പണ്ടത് കേൾക്കുമ്പോഴും പറയുമ്പോൾ അത്ര ഫീൽ ഉണ്ടായിരുന്നില്ലേ, ഇപ്പൊ കുറെ നാൾക്ക് ശേഷമുള്ളതാണെന്ന് നമ്മൾ തോന്നുന്നു. നൈസാണ്. അയ്യോ സ്പീഡ് പോണെങ്കിൽ എനിക്ക് തലർക്കണം. നല്ല രസം. അയ്യോ സോറി, സൂമോ. നല്ല ടൈമിംഗ് ആയിട്ട് ഞാൻ വിചാരിച്ചു ഇച്ചിരി ലേറ്റ് ആവുമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ, പക്ഷെ നല്ല രസമുള്ള ടൈമിംഗ് ആണ്. നൈസാണ്, നല്ല രസമുള്ള സ്കൈ. അല്ല അതും ആകാശം കാണാൻ നല്ല രസമുണ്ട്, വെരി ബ്യൂട്ടിഫുൾ. ചേട്ടൻ പറയാറുണ്ട് അവിടെ പുറത്തിരിക്കുന്ന സമയത്ത്, ഞാനൊരു ദിവസം ഫോണിൽ വീഡിയോ കണ്ടപ്പോഴുണ്ടല്ലോ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ, അയ്യോ എന്തൊരു ഉഷ്ണായിരിക്കും, ആകെ പൊടിയും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള എനിക്ക് ഫീൽ ചെയ്തു. ചേട്ടൻ പറയാം നൈസ് ആയിട്ടുള്ള സ്ഥലമാണ്, നല്ല കാറ്റ്, ആ സൈഡിൽ വെയിലൊട്ടും കിട്ടില്ല എന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ എത്തുമ്പോ നല്ല രസമായിരിക്കും ഇപ്പൊ ഈ ടൈമിൽ അല്ലേ? റൈറ്റ് സൈഡ് അല്ലേ? റൈറ്റ് സൈഡ്. ഞാൻ ലെഫ്റ്റാ നോക്കണേ. അതിനിടയ്ക്ക് ഇത് ഓണത്തിനൊരു പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെ അപ്പൂസൻ പാൽ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പൂസ് ഇപ്പം പറ്റില്ല. അപ്പൂ അയ്യോ കരയല്ലേ, എവിടെ 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 കിടക്ക് 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 കിടക്ക്. ഓ മൈ ഗോഡ്. ഓ നല്ല ഷോട്ട് ഇട്ട് ബ്രോ. അപ്പൊ എനിക്കല്ലേ ഇഞ്ഞ കുടിക്കല്ലേ ഇപ്പൊ ചോദിക്കല്ലേ, മിണ്ടാതിരിക്കും. ഞാൻ അച്ഛൻ ഓഫീസിലെത്തി, അച്ഛൻ ഓഫീസിലെത്തി. ഓക്കെ ഓക്കെ. അതെ, അച്ഛനെ ഓഫീസിലേക്ക് എത്തി എന്ന് പറയുമ്പോ അപ്പൂന് ഭയങ്കര എക്സൈറ്റ്മെന്റ്. അംഗനവാടിയിൽ പോയി കഴിഞ്ഞാല് അച്ഛൻ ഉണ്ടോ ചോദിക്കുന്നോട് പോണ സമയത്ത്, വരുന്ന സമയത്ത് അച്ഛൻ ഓഫീസിൽ പോയി ഓഫീസിലോ എന്ന് ചോദിക്കും. ആ ഓഫീസിൽ നിന്ന് കാണിച്ചു തരാം അപ്പൂസിനെ, കേട്ടപ്പൂ. അപ്പൂ ഇപ്പൊ കരഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അച്ഛൻ ഓഫീസ് എത്തി പറഞ്ഞപ്പോ അപ്പൂ വേഗം എണീറ്റ് നിന്നു കേട്ടോ. അപ്പൂന് ചില എത്തിന്നാ ഇപ്പൊ എത്തൂട്ടപ്പോ. അത് ഈ ഭാഗത്താണോ വൈദ്യശാല, വൈദ്യരത്നം? ഒല്ലൂരാണോ? ഓ അപ്പേ എത്തിയില്ലേ ബ്രോ? സ്പോട്ട് ഈ മരത്തിന്റെ അവിടെ എന്താണ്? ഓക്കെ ഓക്കെ ഓക്കെ. അച്ചിരിക്കുന്നത് സ്ഥലം അപ്പുന്റെ തലയും കൊണ്ട് മറഞ്ഞു ഗൈസ്. യെസ്, കണ്ട 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 കണ്ട. ഓ നല്ല ഷോട്ടായിട്ടത്. ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു കുറെ കിളികള് പറന്നുയർന്നു. എവിടെ ജിം അച്ചയുടെ? ഇതാണ് അച്ചയുടെ ജിമ്മ്. യെസ് ഗൈസ്, വെൽക്കം. ഒരുമിച്ച് കയറട്ടെ, അവിടെ മറ്റേ വെൽഡിങ് വർക്ക് കിടക്കണ്ട്, ഒരുമിച്ച് കയറാം. ഇറങ്ങി ഇറങ്ങി. എങ്ങനെയാ അതിന്റെ ഓഫീസിന്റെ സ്ഥലം? അപ്പത്തെ ഡ്രസ് ഷോപ്പ്. വാ ബ്രോ, ഒരു സെക്കൻഡ്. ബൈ ബൈ. അങ്ങനെ നമ്മൾ ഫൈനലി അച്ചക്കുട്ടിയുടെ ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. എത്ര കാലമായെന്നറിയോ? അപ്പോനിപ്പോൾ 3.5 വയസ്സായിട്ടോ. അപ്പം നമ്മളൊരു 3.5, 4, 5 വർഷം
മൂന്നര വർഷം ആയിട്ടുണ്ടാവും നമ്മൾ ഓഫീസൊക്കെ ക്ലോസ് ചെയ്തിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ആദ്യം ഓഫീസിനായിരുന്നു കൊച്ചിനിലാണ്, കുറച്ച് പേർക്കൊക്കെ അറിയാതിരിക്കാം. പക്ഷേ ഇപ്പം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ മരത്താക്കര തൃശ്ശൂരാണ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം എക്സൈറ്റഡ് ആണ് കേട്ടോ. പിന്നെ നല്ല ലൊക്കേഷൻ, ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ലൊക്കേഷൻ, ഹൈവേയിലാണെന്ന് തോന്നിയില്ല കേട്ടോ. ആ ഒരു ഏരിയ അടിപൊളിയാണ്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് എന്നുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം വഴിയെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ, അതുപോലെ സർപ്രൈസ് വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. വേറെ സർപ്രൈസ് കാണിച്ചായിരുന്നാ? സ്റ്റിക്കർ അടിക്കാൻ പറ്റും. ഓമിന് വേറെ അപ്പൂനെ ഓടിക്കാൻ കൊടുക്കില്ലേ? മറ്റേ അപ്പൂനപ്പോ മറ്റേ അപ്പൂന. ഓക്കെ, അപ്പൂ ഇനിയുള്ള വീഡിയോ വിൻചേട്ടൻ ഞങ്ങൾ അറിയാതെ എടുത്തതാണ് കേട്ടോ. സർപ്രൈസ് ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്നതും അതിൽ വാസുകീന്ന് നെയിമിങ് ചെയ്തതൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ആ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്യുന്നത് വിൻചേട്ടൻ കുറച്ച് ക്ലിപ്പുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ ആഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വിൻചേട്ടൻ്റെ ന്യൂ ഓഫീസ് സൈറ്റ്. അടിപൊളിയായിട്ടുള്ള ലൊക്കേഷൻ. ജസ്റ്റ് സെക്കൻഡ് ഞാൻ വീഡിയോ എടുത്തിട്ട് വരാം. വാവ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ഒരു എൻട്രൻസ് വരുന്നുണ്ട്, പിന്നെ ഇവിടുന്ന് കേട്ടോ. പിന്നെ അവിടെ വാഷ്റൂം ഏരിയ ഒക്കെ ആ ഭാഗത്താണ്. അടിപൊളി. ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം ലൊക്കേഷൻ ഒന്ന് കണ്ടു കഴിഞ്ഞാലാണല്ലോ അറിയാൻ പറ്റുക. ഫ്രണ്ടിൽ ഏരിയ നൈസായിട്ട് കണ്ടോ? വാവ്, ഇനി കാണിക്കുന്നത് അവിടെ ഓഫീസിലെ സ്പേസുകൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ അത് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഓഫീസ് ഓപ്പൺ ആക്കുന്ന അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ആളുടെ ഡ്രീംസ് പ്ലാൻസുകളൊക്കെ ആൾ ബ്രീഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതാണ്, അവിടെ ഇതാണ്, ഇവിടെ കമ്പ്യൂട്ടർ ടേബിളാണ് എന്നതൊക്കെ കാണിച്ചു തരാണ്. പിന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത് അവിടുത്തെ ടെറസാണ് കേട്ടോ. എൻ്റെ ബ്രോ എന്ന് പറയണ എൻ്റെ ദൈവമേ അടിപൊളി വ്യൂ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു പീച്ചി ആ ഒരു ഏരിയ ആണ് തോന്നുന്നുണ്ട്. പിന്നെ വേറെ സംഭവം കാണിച്ചു കേട്ടോ. അതേ നമ്മൾ കേരള പഴനി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം കൂടെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നേരെ കാണാൻ പറ്റും കേട്ടോ. നല്ലൊരു വ്യൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ലൊക്കേഷനും ഇഷ്ടമായി. ഈ ഒരു ടെറസും നല്ല വ്യൂ ആണ്. ഭയങ്കര ഒരു കാടാണ് കേട്ടോ. ഒരു റൈറ്റ് സൈഡ് ഭയങ്കര കാട് ലുക്ക് തോന്നും. പിന്നെ ആ ഒരു സമയത്ത് പോയതാണെന്നറിയില്ല, സ്കൈ അടിപൊളി സ്കൈ ആയിരുന്നു കേട്ടോ. അപ്പോൾ സ്കൈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഷോർട്സ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ കൂടുതൽ ടൈം നിർത്തില്ല, കാരണം അവിടെ ഭയങ്കര പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ താഴെയൊക്കെ. എന്താ പറയുക, അവിടെ കുറച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടില്ലായിരുന്നോ. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കൂടുതൽ നേരം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ആകെ പൊടിയും അഴുക്കൊക്കെയാണ്. നമ്മൾ ഇന്ന് തൊട്ടാണ് അവിടെ ടൈലൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹൈലൈറ്റിലേക്ക് പോയി. ഹൈലൈറ്റിലേക്ക് പോയെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ
അപ്പൂന് ഒരു ചപ്പൽ നോക്കണം, പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കണം. അത് തന്നെ വിശന്നിട്ടാണ് പോയത്. അപ്പോൾ അത് തന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. പിന്നെ ഫുഡ് കഴിക്കാൻ പോയതിനടുത്ത് കാര്യം പറയാം. എൻ്റെ ഈ ഒരു സീൻ കണ്ടോ, ഇത് നമ്മൾ ഹൈലൈറ്റ് മോളിൻ്റെ അവിടെ നിന്ന് നേരെ കാണാറുണ്ട് കേട്ടോ. നമ്മൾ അവിടെ ഓഫീസിലെത്തിയ സമയത്ത് ഈവനിങ് ആയിരുന്നു, പക്ഷെ നമ്മൾ മോളിലേക്ക് എത്തിയപ്പോഴേക്ക് നൈറ്റ് ഏകദേശമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വെളിച്ചം ഒക്കെ ഇട്ടിട്ട് നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. നേരെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ മാളിൽ നിന്ന്, കേരള പഴനി എന്ന് പറഞ്ഞതിലേക്ക്. ഹൈലൈറ്റ് മോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ അമ്മോ, എനിക്ക് മോളിലേക്ക് പോകേണ്ട ആ ഒരു സംഭവമേ ഇന്നത്തോടു കൂടെ നിന്നു കേട്ടോ. കാരണം സൺഡേ ആയിരുന്നല്ലോ, ഇവിടെ എന്തൊരു മ്യൂസിക് പ്രോഗ്രാം എന്തൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഈശ്വര, ഫുഡ് കഴിക്കാൻ പോയിട്ട് സൗണ്ട് കൊണ്ടുണ്ടല്ലോ നമുക്ക് പറ്റുന്നില്ല, ചെവി അത്രയും പൊട്ടുന്ന പോലത്തെ ഒരു സൗണ്ടായിരുന്നു. ഇനി എൻ്റെ ഈ ഒരു പ്രായത്തിൻ്റെ ആണെന്ന് എനിക്കറിയില്ല, ഇത്രയും ലൗഡ് നോയ്സ് വന്നുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പക്ഷെ ചിലവരെ ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു, കുറേ ആൾക്കാർ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ചിലവരൊക്കെ ആ പാട്ടൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ തലയൊക്കെ കുലുക്കുന്നുണ്ട്, കൈയൊക്കെ ഇങ്ങനെ താളടിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒട്ടും കഴിയുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ ഈശ്വര, എനിക്ക് മോളിൽ പോകേണ്ട ആ ഒരു ആഗ്രഹേ അതോടുകൂടെ തീർന്നു. പിന്നെ എനിക്ക് ആ ഒരു ഹൈലൈറ്റിൽ എനിക്കൊരു ഫുഡിൻ്റെ ഓപ്ഷൻസും വലിയതായിട്ടൊരു ഇത് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് എനിക്ക് മോളിൽ പോയതിൽ എനിക്ക് ഏറ്റവും ഒരു ഇഷ്ടം, നല്ലൊരു പ്ലസൻറ്റ് ഫീൽ തോന്നിയത് ഫോറം മോളിൽ പോയതാണ് കേട്ടോ, എറണാകുളം. ഫോറം മോളിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ, അടിപൊളിയാണ്. ആരെങ്കിലും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എറണാകുളം പോവുകയാണെങ്കിൽ പോയി നോക്കും കേട്ടോ. അപ്പോൾ അമ്മ എസ്കലേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം. നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ എപ്പോഴും ഞങ്ങൾ ബേബി ആയതിനു ശേഷം ഫസ്റ്റ് ടൈം അല്ലെന്നുണ്ടെങ്കിൽ അമ്മേനെ ഞാൻ അല്ലെങ്കിൽ വിൻചേട്ടൻ പിടിക്കും. ഇപ്പോൾ അപ്പൂസനായാലും പിടിക്കണം. പിന്നെ കണ്ണൻ ബേബി എൻ്റെ അടുത്തുള്ളതുകൊണ്ട് ഒരു കംഫർട്ട് ഇല്ല, അതുകൊണ്ട് അമ്മയ്ക്ക് ഇന്ന് വലിയ കുറച്ച് ടെൻഷനായിരുന്നു. പക്ഷേ കുഴപ്പമില്ലാതെ 2-3 പ്രാവശ്യം റൗണ്ട് അടിച്ച് പോകുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് അപ്പൂസിന് വേണ്ടിയിട്ട് ചപ്പൽ നോക്കാനാണ്. അപ്പൂവിന് ചപ്പൽസൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ക്രോക്സിൻ്റെ പോലത്തെ ഒരു ചപ്പലാണ് ആൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ 2 സൈഡിലൊരു ബട്ടൺ പോലത്തെ സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാലിൻ്റെ 2 സൈഡിലും ആൾക്ക് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചപ്പൽ നോക്കാൻ പോകുന്നത്. ഇനി വേറൊരു സംഭവം പറയാം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നിടയിൽ ജിംബു ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് മിസ്സായി കേട്ടോ. ഇവർ 3 പേരും കൂടെ അവിടെ കളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. പക്ഷേ ഐസ്ക്രീമൊക്കെ കഴിച്ചിരിക്കണം. ഐസ്ക്രീംസൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഷോപ്സിനുള്ളിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ജിംബും അപ്പോൾ അമ്മയും കൂടെ അവിടെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ ഉള്ളിൽ കയറി, ഞാനും ചേട്ടനും ഉള്ളിൽ കയറിയപ്പോൾ അപ്പവും ഉള്ളിൽ കയറി, അമ്മ ഉള്ളിൽ കയറി. ജിംബു ഉള്ളോ നോക്കിയത്, ജിംബു ഉണ്ടോ ഇല്ല എന്നുള്ളത് അമ്മയും നോക്കിയില്ല. അങ്ങനെ ഒരു 5-10 മിനിറ്റ് ഒരു ടെൻഷനായി. പക്ഷേ ആൾ കറക്റ്റ് സമയത്ത് മൊബൈൽ നമ്പറൊക്കെ പറഞ്ഞു കൊടുത്ത് സെക്യൂരിറ്റിനെ വിളിക്കാൻ നിൽക്കാറുണ്ട്. പക്ഷേ എൻ്റെ ഫോൺ കാറിലായിരുന്നു. പക്ഷേ ഷോപ്പൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നല്ല കുട്ടി ഫോൺ നമ്പറൊക്കെ പറഞ്ഞു കൊടുത്ത്, അങ്ങനെ ടെൻഷൻ അടിക്കാതെ കറക്റ്റ് നമ്പറൊക്കെ പറഞ്ഞു കൊടുത്ത് നൈസായിട്ട് ഡീൽ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് സെറ്റാക്കി. ഇച്ചിരി ടെൻഷൻ അടിച്ചേ ഉള്ളൂ. അപ്പോഴേക്ക് ഞാൻ പോയി പിക്ക് ചെയ്തു. എന്തായാലും അപ്പൂവിന് ചപ്പൽ കിട്ടി. ഇപ്പോൾ എന്നെ കാണുമ്പം എങ്ങനെയുണ്ട്, വെയിറ്റ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ടോ? നല്ല വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് ആക്ച്വലി കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ അത്യാവശ്യം സ്റ്റെപ്സ് നടന്നിട്ടുണ്ട് കേട്ടോ. എന്തോരം നടന്നത് മുകളിൽ അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.